കുടിവെള്ളം കിട്ടാക്കനിയായതോടെ കാട് ഇറങ്ങി വരികയാണ് മലപ്പുറം നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ പ്ലാക്കൽച്ചോല നഗറിലെ ആദിവാസി കുടുംബങ്ങൾ. കുടിവെള്ളം കിട്ടാക്കനിയായതോടെ പുഴക്കരയിൽ കുടിലുകെട്ടി ജീവിക്കുകയാണ് ഇവർ. 24 കുടുംബങ്ങളിൽ നിന്നായി 84 പേർ വീടുകൾ വിട്ട് പുഴയോരത്തേക്ക് താമസം മാറിയിരിക്കുന്നു. ഒരു ഇലക്ഷൻ വരുമ്പോൾ വോട്ടിന് വേണ്ടിയിട്ട് അവരെല്ലാവരെയും കൂടി തൂത്തുപെറുക്കി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നമുക്കൊരു വെള്ളമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പുഴയിൽ വെള്ളമല്ലേ, അവിടെ പോയി കിടന്നൂടെ എന്നാണ് അവരുടെ ചോദ്യം. ഒരു കുഴൽക്കിണർ അടിച്ചാൽ വെള്ളം കിട്ടുമെന്ന് അറിയില്ല. അവർ പറയുന്നുണ്ട് നമ്മൾ കുഴൽക്കിണർ അടിച്ചിടാം, നിങ്ങൾക്ക് വെള്ളം ഉണ്ടാക്കി തരാം, നിങ്ങൾക്ക് റോഡ് പണിത് തരാം. ഇലക്ഷൻ വരുമ്പോൾ പറയും നിങ്ങൾക്ക് ടാങ്കായി. പിറ്റത്തെ കൊല്ലം വരുമ്പോൾ നിങ്ങൾ അടുത്ത് തന്നെ വെള്ളമായി. അപ്പോൾ എല്ലാ കൊല്ലവും വെള്ളവും ഇല്ല, ടാങ്കും ഇല്ല. നമ്മളെ ഗതി ഈ പുഴയെ കൂടി തന്നെ. ഈ വാക്കുകളിൽ വ്യക്തമാണ് ദുരിതത്തിന്റെ ആഴം. വേനൽക്കാലമായാൽ കാലങ്ങളായി ഇവർ ഇവിടെയാണ്. കുടിവെള്ളം മുട്ടിയ പ്ലാക്കൽച്ചോല നിവാസികൾ കൈക്കുഞ്ഞുങ്ങളുമായി കാടിറങ്ങിയിരിക്കുകയാണ്. ടാർപ്പായ വിരിച്ചാണ് പുഴയോരങ്ങളിലെ പാറക്കെട്ടുകളിൽ നാളുകൾ തള്ളി നീക്കുന്നത്. പൊട്ടുമ്പോഴല്ല പോച്ചൊക്കെ ഉണങ്ങി കിടക്കണം. പാർപ്പൊക്കെ ഉരുൾ പൊട്ടി പറഞ്ഞ ഭയങ്കര കുട്ടി തന്നെ. ഞങ്ങൾ കുത്താ പോവും, ആദ്യം പാറ താത്തു അകടി പോവും. ഓരോ ആശയ്ക്കുള്ള സാധനം പഠിച്ചിട്ട് വരും. ആന വരും, കാറ്റ് വരും, കൂലുണ്ടാവും, കടുവുണ്ട്. ആ പാറ പഠിച്ചാലും മണ്ടി കയറും. ആർക്കും വെള്ളമില്ല. ഇല്ല. നിങ്ങൾ പരാതി പറയുമ്പോൾ എന്താ പറയുന്നത്? നാളെ ചെറുക്കത്തരന്ന് പറഞ്ഞിങ്ങനെ കാലം കഴിക്കും. കൂടാതെ വന്യമൃഗങ്ങളുടെ ഭീതിയും. ആന വന്നാൽ പെട്ടെന്ന് ഉയരമുള്ള പാറയിൽ ഓടിക്കയറണം. ഇന്ന് ശരിയാക്കി തരാം, നാളെ ശരിയാക്കി തരാമെന്ന് പറയും. പിന്നെ അവരറിയും കൂടിയില്ല. 6 കൊല്ലമായി ഒരു പേര ഉണ്ടായിട്ട് ആ പേര അതാ ഇടിഞ്ഞു ചാടാനായിക്കണം. അത് പറഞ്ഞാൽ അതും കൂടി എടുക്കണില്ല. ഒരു അരി മേടിച്ചാൽ 600-700 റുപ്യ കൊടുക്കണം മുട്ടിലിന്. കാട്ടുചോല വറ്റിപ്പോയതോടെയാണ് മറ്റൊരു മാർഗവുമില്ലാതെ 12,000 ഉൾവനത്തിലൂടെ ഒഴുകുന്ന പുഴയുടെ തീരത്തേക്ക് കുടുംബങ്ങൾ കുടിയേറി തുടങ്ങിയത്. വേനൽക്കാലത്ത് കുടിവെള്ളം ഉറപ്പാക്കാൻ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് നിരന്തരം അപേക്ഷിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നുള്ളതാണ് പരാതി. കൊള്ളിലാണെങ്കിൽ വെള്ളമില്ല. വെള്ളത്തിന് പറഞ്ഞാൽ അവർ ഇലസിന് മാത്രമേ ഞങ്ങൾക്ക് വെള്ളം ഉണ്ടാവും, ഓസ് ഉണ്ടാവും, മറ്റതുണ്ടാവും, മറിച്ചുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വരുള്ളൂ. ടാങ്കൊക്കെ കൊണ്ട് വെച്ച് തരും, പക്ഷെ ഉണക്ക ടാങ്ക് മാത്രമേ ഉള്ളൂ. അതിന് ഒരു പൈപ്പ് ഇടാനും ഇല്ല, വേറെ ഒന്നിനും ഒരു മാർഗമില്ല. കുടിവെള്ളമില്ലാതായതോടെ ഈ പുഴയോരത്ത് പാറക്കെട്ടുകൾക്ക് താഴെ അഭയം പ്രാപിച്ചവർ. നിലനിൽപ്പിനുള്ള പോരാട്ടമാണ്. പ്രതിസന്ധികളോട് പൊരുതിയാണ് അതിജീവനം. ഇങ്ങനെയും ജീവിതമുണ്ടെന്ന ഒരടയാളപ്പെടുത്തൽ കൂടിയാണ് ഇവരുടെ കഥ. ക്യാമറമാൻ അനീഷ് തോട്ടക്കാരനൊപ്പം അരുണമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.